ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓൺ എ ഹൗസ് ബോട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഒരു യൂട്യൂബേഴ്സ് മീറ്റപ്പിൽ പങ്കെടുത്ത ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു നമ്മുടെ മീറ്റപ്പ് കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫെബ്രുവരി 14 നമ്മുടെ മീറ്റപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 13 തന്നെ ഞങ്ങൾ വടകരയിൽ നിന്ന് തിരിച്ചു. പിറ്റേന്ന് ഒരു 7 AM ആകുമ്പോൾ തന്നെ നമ്മൾ കൊല്ലത്തെത്തി. കൊല്ലത്ത് നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള ഫെസിലിറ്റീസൊക്കെ CC ഒക്കെ തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ യൂട്യൂബർ ഫ്രണ്ടായിട്ടുള്ള സുവർണേനെ കണ്ടു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കാണുന്നത്. യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടായിരുന്നു സുവർണ. അപ്പോൾ പുള്ളിക്കാരുടെ ചാനൽ എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ. ചിന്നു സബ് എന്നാണ് ചാനലിൻ്റെ പേര്. ബ്യൂട്ടി കോണ്ടൻസ് ആണ് അവൾ പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ആ അക്കോമഡേഷൻ്റെ അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ ആ ഒരു സ്പോട്ടിലോട്ട് നമ്മളെത്തി. ഞങ്ങളുടെ പുറകെ വേറൊരു ഓട്ടോയിൽ സുവർണയും അവളുടെ ഹസ്ബൻഡും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ KSRTC കൊല്ലം KSRTC സ്റ്റാൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. പക്ഷേ അതിന് മുന്നെയാണ് നമ്മുടെ ഓട്ടോക്കാരൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം കൊല്ലത്തിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് നടന്നു. പിന്നെയാണ് മനസ്സിലായത് സ്ഥലം മാറിപ്പോയിന്ന്. അപ്പോൾ കുറച്ച് മുന്നോട്ട് നടന്ന് നമ്മൾ KSRTC സ്റ്റാൻഡിൻ്റെ മുൻവശമുള്ള ഞങ്ങളുടെ സ്പോട്ടിലെത്തി. അവിടെ ഒരുവിധം എന്താ പറയുക, അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ ഇതൊരു ഫാമിലി മീറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ യൂട്യൂബേഴ്സൊക്കെ ഫാമിലി ആയിട്ടാണ് വന്നത്, ഞാൻ വന്ന പോലെ തന്നെ. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് അറിയായിരുന്നു, കുറേ പേരൊക്കെ അറിയില്ലായിരുന്നു. എല്ലാവരെയും പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചു. ഒരു 9:15 ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലെത്തിയത്. പിന്നെ ഒരു 10 മണി വരെ നമുക്ക് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം എല്ലാ യൂട്യൂബേഴ്സും പല സ്ഥലങ്ങളിലായിട്ട് എന്താ പറയുക, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് എല്ലാവരും എത്തിച്ചേരുന്നവരെ നമ്മളൊരു 10 o'clock വരെ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ 10 AM നമ്മൾ പിന്നീട് നമ്മുടെ ഹൗസ് ബോട്ടിലോട്ട് പോയത്. അപ്പോഴേക്കും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ആ കാണുന്ന ഹൗസ് ബോട്ടിലാണ് കേട്ടോ ഞങ്ങൾക്ക് പോകേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള JK റോയൽ ക്രൂയിസിൻ്റെ ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹൗസ് ബോട്ടിൽ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റാണ്. പക്ഷേ നമ്മൾ 1 hour ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു എല്ലാവരും എത്താനായിട്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ മെല്ലെ ഹൗസ് ബോട്ടിനകത്തോട്ടൊന്ന് കയറി നോക്കി, അതിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു അകത്ത് കയറുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു വീട്ടിനകത്തോട്ട് കയറുന്ന പോലെ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. താഴത്തെ നിലയിലാണെങ്കിൽ വാഷ് ഏരിയ, അതുപോലെ തന്നെ 2 ബെഡ്റൂംസ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ വെള്ളത്തിനകത്താണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ നിൽക്കുകയാണ് എന്നുള്ളൊരു തോന്നലൊന്നുമില്ല. ഒരു വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന പോലെയുള്ള ഒരു ആംബിയൻസ് ആണ് അതിനകത്തുള്ളത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. ഇന്നത്തെ യൂട്യൂബേഴ്സ് മീറ്റപ്പിന് വേണ്ടി അവർ ഈ ഒരു കംപ്ലീറ്റ് ക്രൂയിസ് നമുക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 100-ൽ കൂടുതൽ ആളുകളുണ്ട്. ഫാമിലി മീറ്റപ്പ് ആണല്ലോ, അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഈ ഒരു ക്രൂയിസ് നമുക്ക് അവർ വിട്ടു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫുഡും ആക്ടിവിറ്റീസും അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ഇന്നത്തെ മൊത്തം 7 മണിക്കൂർ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുകളിലത്തെ ഡക്കിലാണെങ്കിൽ ഇങ്ങനെ ലോങ് ആയിട്ട് സോഫ അവർ സെറ്റ് ചെയ്തേക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു കിച്ചണും കാര്യങ്ങളൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാഷ് ഏരിയ ഉണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. 10 o'clock ആയപ്പോഴേക്കും എല്ലാവരും എത്തി. അങ്ങനെ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഈ ഒരു ഹൗസ് ബോട്ടിലോട്ട് കാലെടുത്ത് വെക്കുന്ന ചടങ്ങാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒത്തിരി വാം വെൽക്കമാണ് കേട്ടോ ഇവരെ നമുക്ക് തന്നത്. എല്ലാവരും മാലയൊക്കെ ഇട്ടിട്ടാണ് സ്വീറ്റ്സ്. എനിക്കും കിട്ടിയൊരു മാല. പിന്നെ എന്താ പറയുക, മാല ഇടുന്ന കക്ഷി എന്ന് പറയുന്നത് ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഓണറാണ് കേട്ടോ. ശരിക്കും പുള്ളി ഭയങ്കര വൈബാണ്. നമ്മുടെ എല്ലാവരുടെയും കൂടെ എൻ്റർടൈൻമെൻറ്റിലും കാര്യങ്ങളിലൊക്കെ പുള്ളിക്കാരനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുതലാളിയാണ് എന്നുള്ള രീതിയിൽ മാറി ഇരുന്നൊന്നുമില്ല. വളരെ കോപ്പറേറ്റീവായിട്ട് എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അകത്ത് കയറി ഞങ്ങൾ നേരെ ബോട്ടിൻ്റെ ഡക്കിലാണ് പോയിരുന്നത്. എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് അതാണ്. എല്ലാവർക്കും പരസ്പരം കണ്ട് സംസാരിക്കാൻ പറ്റിയൊരു സ്പേസ് അതാണ്. അതിനുശേഷം ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയുക, ഞാൻ വിചാരിച്ചു എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നതാണ് കേട്ടോ. പക്ഷേ ഈ ബോട്ട് പോകുന്നത് പോലും നമ്മളറിയില്ല. വളരെ കാമായിട്ടാണ് പോവുക. ഒരു ജേർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഒരു മോഷൻ സിക്നെസ്സും ഒന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള CCOKയുടെ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പേര് പ്രസംഗിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ CCOKയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി
കമ്മിറ്റിയാണ്. റോബിൻ ചേട്ടൻ, റീന ചേച്ചി, കുറച്ച് പേരൊക്കെ നിങ്ങൾക്ക് വീഡിയോസിലൂടെ ഒക്കെ കണ്ട് പരിചയം ഉണ്ടാവും. അതിനുശേഷം നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസായിരുന്നു കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടിയത്. പിന്നെ നമ്മുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒഫീഷ്യലി നടന്നു പോകുമായിരുന്നു. പ്രസംഗങ്ങളും മോട്ടിവേഷണൽ സ്പീച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അമ്മമ്മയെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ലോകത്തുള്ള ഒരുവിധം എല്ലാ വെഹിക്കിൾസിൻ്റെയും ലൈസൻസ് സ്വന്തമാക്കിയിട്ടുള്ള ഒരു അമ്മമ്മയാണ് മണിയമ്മ. പുള്ളിക്കാരുടെ ചാനലും ഒക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. സ്പീച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം വീഡിയോസ് എടുക്കാൻ പോയി. അതിനിടയിൽ റോബിൻ ചേട്ടൻ്റെ സ്പീച്ച് വന്നു. റോബിൻ ചേട്ടൻ CCOKയുടെ ഓൾ ഇൻ ഓളാണ്, ചെയർമാനാണ്. CCOK ഈ ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള, ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അസോസിയേഷനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പാർട്ടായിട്ട് ഏകദേശം ഒരു 3 months ആവുന്നേ ഉള്ളൂ. ആ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ട് 3 months ആവുന്നേ ഉള്ളൂ. വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. ഇതിലൂടെയാണ് ശരിക്കും ഞാൻ 4 വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ ഈ ഒരു CCOK അസോസിയേഷനിലൂടെയാണ് എനിക്ക് ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചത്. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം താഴെ വന്നിട്ട് വീഡിയോ എടുത്തു. നമ്മുടെ ആ ഒരു വാഷ് ഏരിയയും പിന്നെ ബെഡ്റൂമും ഒക്കെ കണ്ട ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ, അവിടെ വെച്ച് വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. റൂമിലൊക്കെ കയറി നോക്കി. കുഞ്ഞും അവിടുന്ന് ഫുള്ളി എൻജോയ് ചെയ്യുമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹൗസ് ബോട്ടിൽ കയറുന്നത്. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റിനേക്കാളും ഡബിൾ ആയിരിക്കുമല്ലോ അവൻ്റെ എക്സൈറ്റ്മെൻറ്റ്. അവന് ആക്ച്വലി സ്കൂളുണ്ട്, പക്ഷേ കൊല്ലത്തേക്കാണ് പോകുന്നത്. ഫ്രണ്ട്സിനൊക്കെ കാണാം, അമ്മയുടെ കൂടെ വീഡിയോസ് ചെയ്യുന്ന ആളുകളെയൊക്കെ കാണാം. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവനും ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് അവർ ഫസ്റ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്തു. കപ്പയും മീൻ കറിയായിരുന്നു കേട്ടോ ഫുഡ്. കപ്പ എൻ്റെ അത്ര ഫേവറേറ്റ് അല്ല, പ്രത്യേകിച്ച് അതിൻ്റെ കലോറിയൊക്കെ നോക്കി കഴിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ കലോറിയും കാര്യങ്ങളൊന്നും നോക്കിയില്ല. എല്ലാവരുടെ കൂടെയും എൻജോയ് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള അത്രയും ഫുഡ് ഞാൻ കഴിച്ചു. നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പ് അല്ലാതെ തന്നെ ഈ ഒരു ഹൗസ് ബോട്ടിലുള്ള ഈ ഒരു ടീം തന്നെ നമുക്ക് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഹോസ്റ്റ് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ചേട്ടനാണ്. പുള്ളിക്കാരൻ ഭയങ്കര ആക്റ്റീവാണ്, എൻ്റർടൈനിങ് ആണ്. നമുക്ക് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ്, എന്താ പറയുക, പാട്ട്, ഡാൻസ്, പിന്നെ അതുപോലെ തന്നെ ടങ് ട്വിസ്റ്റേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ബലൂൺ പാസിംഗ് ഒക്കെ പോലെ ഭയങ്കര ഫൺ ഫീൽഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാജിക് ഷോ ആയിരുന്നു കേട്ടോ. കുഞ്ഞു ഭയങ്കര എന്താ പറയുക വണ്ടർ അടിച്ചു പോയി. മാജിക് അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. ഇങ്ങനെ കഴുത്തിൽ കൂടെ കത്തി കുത്തി ഇറക്കുന്ന കുറച്ച് മാജിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൻ ഭയങ്കര ഫാനായി ചേച്ചിയുടെ. എന്നിട്ട് ആ ചേച്ചിയുടെ അടുത്ത് പോയി അവൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി മാജിക് പഠിക്കാൻ ഇഷ്ടമാണോ, അങ്ങനെ ഒരുപാട് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അവൻ എന്തായാലും ഒത്തിരി എൻജോയ് ചെയ്തു ഈ ഒരു സെഷൻ. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഒരുപാട് കിലോമീറ്റേഴ്സ് കായലിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ അവരൊരു ഓപ്പൺ ബോട്ടിനകത്ത് മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മൾ ബോട്ടിലൂടെ പോയി. ഈ ചേട്ടൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതിനടുത്ത് തന്നെ ഒരു ധ്യാന കേന്ദ്രമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണിച്ചു തന്നു. ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇതൊരു ഓപ്പൺ ബോട്ടാണ്, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഈ വെയിൽ മുഴുവൻ ഞങ്ങൾ എടുക്കുകയുണ്ടായിരുന്നു കേട്ടോ. ഉണക്കാനിട്ടതുപോലെ ഞങ്ങളെല്ലാവരും ബോട്ടിൽ കിടക്കുമായിരുന്നു. ഞാനാണെങ്കിൽ സൺസ്ക്രീൻ ഇടാൻ പോലും മറന്നുപോയി. മൊത്തം കരിവാളിച്ച് ബോട്ടിലോട്ട് എത്തുമ്പോഴേക്കും മൊത്തം കരിഞ്ഞു പോയി. പക്ഷേ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയിലൂടെ ഒക്കെ പോകുമ്പം ഇത് ഓരോ വാർഡായിട്ട് അവർ പറയുന്നുണ്ട്. ഇത് 13ാം വാർഡ് 16ാം വാർഡിലൊക്കെ ഇതിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തെങ്കിലും എമർജൻസി വരികയാണ്, ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഇതൊക്കെ ഓക്കെയാണ്, നമ്മൾ ഒരു ദിവസം വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള സ്ഥലമാണ്. പക്ഷേ ഇവരുടെ കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ ശരിക്കും വണ്ടർ അടിച്ചു പോയി. പിന്നെ ഈ ഒരു സ്പോട്ട് കിടുവായിരുന്നു കേട്ടോ. നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിലൊക്കെ നമുക്കിങ്ങനെ നിന്ന് പിന്നെ വീഡിയോസൊക്കെ എടുക്കാം, ഫോട്ടോ എടുക്കാം, മരത്തിൻ്റെ മുകളിൽ കയറാം. പിന്നെ അതിൻ്റെ മുകളിൽ ബീൻസ് പോലുള്ളൊരു കായുണ്ട്, അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. പക്ഷേ ഞാൻ ഒന്നിനും നിന്നില്ല. ഞാൻ ഇരിപ്പിൽ തന്നെ ഇരുന്നു, കാരണം കുറച്ച് നേരം തണൽ കിട്ടിയല്ലോ, ആ സന്തോഷത്തിലായിരുന്നു ഞാൻ. പിന്നെ കുഞ്ഞു, എനിക്ക് അവൻ്റെ കാര്യത്തിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇത്രയും വെയിൽ കൊണ്ടിട്ട് ഫസ്റ്റ് ടൈമാണ് അവൻ ഇത്രയും വെയിൽ കൊള്ളുന്നത്, അവൻ എന്തെങ്കിലും ഇഷ്യൂ വരുമെന്ന്. പക്ഷേ അവൻ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യായിരുന്നു. അവനായിരുന്നു കപ്പിത്താൻ എന്നുള്ള രീതിയിൽ, എന്താ പറയുക, ബോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവൻ നിൽക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ അമ്പ് പോലെ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ, അത് ഇതിൻ്റെ വേരാണെന്നാണ് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. സാധാരണ മരങ്ങളുടെയൊക്കെ വേര് ഭൂമിക്കടിയിലേക്കല്ലേ പോവുക, പക്ഷേ ഇത് പുറത്തോട്ട് ഇങ്ങനെ പൊങ്ങി വരികയാണ് ചെയ്യുക. ശരിക്കും നല്ലൊരു തണലുള്ള ആ ഒരു വെയിലിനകത്ത് ഇതിനകത്ത് നിൽക്കുമ്പോൾ ശരിക്കും AC-കകത്ത് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കരിഞ്ഞ് പുകഞ്ഞ് നേരെ ഹൗസ് ബോട്ടിലോട്ട് പോയി. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡായിരുന്നു. ഫുഡ് എന്ത് കഴിക്കണമെന്ന കൺഫ്യൂഷനിലായിരുന്നു. അത്രയും ഫുഡ് ഐറ്റംസ് അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നോൺ വെജ് ആവട്ടെ വെജ് ആവട്ടെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും എന്ത് കഴിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തുള്ളൂ. എല്ലാം കവർ ചെയ്തോന്ന് തന്നെ എനിക്ക് സംശയമാണ്. പക്ഷേ ഫുഡീസ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. ഒരുപാട് ഫുഡ് കഴിക്കാം. ബീഫ്, ചിക്കൻ, കരിമീൻ, പിന്നെ എന്താ പറയുക, ചെമ്മീൻ ഇങ്ങനെ സ്റ്റിക്കിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ
വറുത്തെടുത്തതുപോലെ ഉണ്ടായിരുന്നു, കബാബാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കരിമീനൊന്നും ഞാൻ കഴിച്ചില്ല, എനിക്കറിയില്ല അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാവുന്നു. പക്ഷേ ഏട്ടനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കഴിച്ച ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വെയിലത്ത് പോയത് കാരണം ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴെ വന്നിരുന്ന് ശരിക്കും നമ്മുടെ ഈ ഹൗസ് ബോട്ടിന് ചുറ്റും ഈ പക്ഷികൾ മൊത്തം ഇങ്ങനെ ഫുൾ ടൈം പറന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഓപ്പൺ ബോട്ടിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ വെയിൽ തന്നെ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് നമ്മുടെ കൂടെ വന്ന കുറച്ച് യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു ഈ സ്ഥലം എന്തായാലും മിസ് ഔട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ അത് അവിടെ പോയപ്പോൾ എനിക്ക് ശരിക്കും തോന്നി കേട്ടോ, ഈ സ്ഥലത്ത് വന്നില്ലായിരുന്നെങ്കിൽ വളരെയധികം നഷ്ടമായി പോയേനെ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയുന്നൊരു സ്ഥലമായിരിക്കും ഇത്, സാമ്പ്രാണിക്കൊടി. ശരിക്കും അഷ്ടമുടി കായലിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു സാമ്പ്രാണിക്കൊടി ഉള്ളതെന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ എന്താ പറയുക, നമ്മുടെ മുട്ടിനൊപ്പം മാത്രമേ വെള്ളമുള്ളൂ. ശരിക്കും ഒരു അത്ഭുതമാണ് ഇതെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അവിടെ എന്താ ആ വെള്ളത്തിൻ്റെ ആ ഒരു ക്ലീൻലിനെസ് നിങ്ങൾ നോക്കുക, ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു വെള്ളം, നല്ല നീല കളർ വെള്ളമായിരുന്നു. ഞങ്ങളെല്ലാവരും ശരിക്കും അതിലൂടെയൊക്കെ നടന്ന് കളിച്ചു. കുറേ പേര് റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ വീഡിയോസ് എടുത്തു. ഞാൻ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ എനിക്ക് നനയുന്നതിന് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പം വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും, ഞാനും ഏട്ടനും അതുപോലെ തന്നെ വാവയും ഒക്കെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം എൻജോയ് ചെയ്തു. ഈ ഒരു വെള്ളത്തിൽ തന്നെ ഒരു ഷോപ്പും ഉണ്ട്, ഈ ഉപ്പിലിട്ടതുകളും അതേപോലെ തന്നെ എന്താ കുഞ്ഞു കുഞ്ഞു സ്നാക്സുകളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പ്. ഒരു ചേച്ചിയാണ് അരക്കൊപ്പം വെള്ളത്തിൽ നിന്നിട്ടാണ് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നത്. ശരിക്കും ചിലരൊക്കെ ജീവിക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് ഹൗസ് ബോട്ടിലോട്ട് തന്നെ പോയി. അപ്പോൾ ഏകദേശം സമയം 5:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് സ്നാക്സ് തന്നു. ഞാൻ ടയേർഡായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ബാക്കി വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. പഴംപൊരിയും ചായയും പിന്നെ ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫൈനലി ഒരു കേക്ക് കട്ടിങ്ങോട് കൂടി നമ്മുടെ CCOKയുടെ ഈ ഒരു മീറ്റപ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞു. ഈ ഒരു JK റോയൽ ക്രൂയിസിൻ്റെ ആ ഒരു ടീമിനോട് നമ്മൾ ഒരുപാട് താങ്ക്സ് പറഞ്ഞു. കാരണം ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. 8:30 നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. അതുവരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, കാരണം 7 മണിക്ക് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഒത്തിരി അൺഫോർഗറ്റബിൾ ആണ്. ഒരുപാട് പേരെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഫൈനലി കൊല്ലത്തോട് ഞങ്ങൾ വിട പറയുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.